സ്റ്റാലിൻ്റെ ഇസ്ലാമിക ഭരണകൂടം, ഹിന്ദു വിരുദ്ധ ഭരണകൂടം, ഹിന്ദുക്കളെ സനാതനധർമ്മത്തെ മലേറിയ പോലെ കൊന്നൊടുക്കണമെന്ന് പറഞ്ഞ സ്റ്റാലിൻ്റെ സർക്കാർ വീഴുന്നു. അവിടെ TVK ഇളയ ദളപതിയുടെ പാർട്ടിയാണ് മുന്നിൽ നിൽക്കുന്നത്. തൊട്ടു പിന്നിലുണ്ട് തമിഴ്നാട്ടിൽ ADMK NDA. 99 സീറ്റുകളിൽ വിജയുടെ പാർട്ടി മുന്നിൽ നിൽക്കുമ്പോൾ 71 സീറ്റുകളിലായി BJP മുന്നണി ADMK ഉണ്ട്. സ്റ്റാലിൻ്റെ പാർട്ടിക്ക്, DMKക്ക്, കോൺഗ്രസും CPM-ഉം മുസ്ലിം ലീഗും SDPയും പിന്തുണ കൊടുക്കുന്ന DMK മുന്നണി 52 സീറ്റുകളിൽ മാത്രമായിരിക്കുന്നു. ഒരു കാര്യം ഉറപ്പായി, ഒരു കാരണവശാലും TVKയും DMKയും ചേർന്നുള്ള ഒരു മുന്നണി ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം അടുത്ത മുഖ്യമന്ത്രിയായി വിജയെ അവതരിപ്പിച്ചാൽ തൻ്റെ മകനെ, ക്യാൻസർ ബാധിതനായി ഇന്നോ നാളെയോ എന്ന് നോക്കിയിരിക്കുന്ന സ്റ്റാലിന് തൻ്റെ മകനെ, ഉദയനിധി സ്റ്റാലിനെ ഒരിക്കലും മുഖ്യമന്ത്രിയാക്കാൻ കഴിയില്ല. അതുകൊണ്ട് DMK ഒരു കാരണവശാലും വിജയെ പിന്തുണയ്ക്കാനുള്ള സാധ്യതയില്ലെന്നാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള വിവരങ്ങൾ പറയുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ വിജയെ മുഖ്യമന്ത്രിയാക്കാൻ ADMK NDA BJP സപ്പോർട്ട് ചെയ്താൽ തമിഴ്നാട്ടിൽ സ്റ്റാലിൻ്റെ സർക്കാർ വീണ് ജനനായകനായ വിജയുടെ സർക്കാർ അധികാരത്തിലെത്തുമെന്ന് നമുക്ക് ഉറപ്പിക്കാവുന്ന സാഹചര്യം വന്നിരിക്കുന്നു. കേരളത്തിലേക്ക് വന്നാൽ എനിക്ക് വലിയ നിരാശയുണ്ടെന്ന് പറയാൻ കാരണം ഇടതുപക്ഷം വീഴുന്നതിലല്ല, വലതുപക്ഷം വരുന്നതിലാണ് നിരാശയുള്ളത്. കാരണം വലതുപക്ഷം വന്നാൽ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് തെരഞ്ഞെടുപ്പിന് മുമ്പ് കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയെ വരെ തീരുമാനിച്ചു കഴിഞ്ഞു മുസ്ലിം ലീഗിൻ്റെ മറ്റൊരു ഭരണം, ബംഗാളിൽ നഷ്ടപ്പെട്ട മുസ്ലിം ഭരണം, ഇസ്ലാമിക ഭരണം കേരളത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ജമായത്ത് ഇസ്ലാമി അടക്കമുള്ള, ലീഗ് അടക്കമുള്ള സകലരും പിന്തുണയ്ക്കുന്ന ഒരു സർക്കാർ കേരളത്തിൽ വരുമെന്ന് നിലവിലെ റിസൾട്ടുകൾ ഫല സൂചനകൾ നൽകുന്നു.